ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച. ഫലപ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമം കേസിലെ പ്രതിയായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് ഒളിവിൽ. പേരാമംഗലത്ത് KSRTC ബസ്സിൽ പിറന്നുവീണ കുഞ്ഞിന് കേരള വിഷന്റെ സ്നേഹ സമ്മാനം. കേരള വിഷൻ നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിലെത്തി സമ്മാനിച്ചു. തൃശൂർ പൂങ്കുന്നം ഉദയനഗറിൽ സെപ്റ്റിക് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം പ്രദേശവാസികൾ ചേർന്ന് തടഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയുടെ തൂണിൽ വിള്ളൽ വീണു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. മഴക്കാല ശുചീകരണം പാളി. വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. കയ്പമംഗലത്തും പുത്തൂർ വെട്ടുകാടും മഴയിൽ വീടുകൾ തകർന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ശനിയാഴ്ചയാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, UP, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 20 കേന്ദ്രങ്ങളിലെയും സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയും വോട്ടെണ്ണൽ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. സ്ട്രോങ് റൂമുകളുടെ 100 മീറ്റർ അകലെ തുടങ്ങുന്ന ആദ്യ സുരക്ഷാ വലയത്തിൽ സംസ്ഥാന പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തും. രണ്ടാം വലയത്തിൽ സംസ്ഥാന സായുധ സേനയും മൂന്നാമത് കേന്ദ്ര സായുധ സേനയും ഉണ്ടാകും. 24 മണിക്കൂർ CCTV നിരീക്ഷണവും ഉണ്ടാകും. ജീവനക്കാരുടെ 2ഉം 3ഉം റാൻഡമൈസേഷൻ തിങ്കളാഴ്ച രാവിലെ 8-നും ചൊവ്വാഴ്ച രാവിലെ 5-നും നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8-ന് തപാൽ വോട്ടും 8:30-യോടെ EVM-ലെ വോട്ടും എണ്ണി തുടങ്ങും. വോട്ടെണ്ണലിന് 707 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 1951-ലെ നിയമം അനുശാസിക്കുന്ന വിധം അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാനാണ് നോട്ടീസ് നൽകിയത്. വോട്ടെണ്ണൽ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയി. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കമാൻഡന്റ് ഒളിവിൽ പോയത്. പ്രതിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറഞ്ഞു. അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. തുടർന്ന് പ്രേമനെതിരെയുള്ള ഉദ്യോഗസ്ഥയുടെ ലൈംഗികാതിക്രമ പരാതി കൈമാറിയതനുസരിച്ച് വിയ്യൂർ പോലീസ് കമാൻഡന്റിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രതി ഒളിവിൽ പോയത്. തൃശൂർ പേരാമംഗലത്ത് KSRTC ബസ്സിൽ പിറന്നുവീണ കുഞ്ഞിന് കേരള വിഷന്റെ സ്നേഹ സമ്മാനം. കേരള വിഷൻ നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിലെത്തി സമ്മാനിച്ചു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ COA തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് ബേബി കിറ്റ് സമ്മാനിച്ചു. അമല ആശുപത്രി പ്രതിനിധികളായി ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ഗൈനക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അനോജ് കാട്ടൂക്കാരൻ, PROമാരായ ജോസഫ് വർഗീസ്, ശരത് ചന്ദ്രൻ, നഴ്സുമാരായ അൽഫോൺസ, ദേവിക, സിജി, PRO സ്നേഹ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ 88 ആശുപത്രികളിലായി 1,00,000-ൽ പരം ജനിക്കുന്ന 1,20,000-ൽ പരം ജനിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയോടുകൂടി KPTO ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള കേരള വിഷൻ്റെ ആദ്യത്തെ എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ സമ്മാനം. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുബ്രഹ്മണ്യൻ AG, COA കേച്ചേരി മേഖലാ സെക്രട്ടറി റെജി, COA അംഗങ്ങളായ സുധീർ, ജിസൻ, അഖിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
കേരളത്തിലെ 88 സർക്കാർ ആശുപത്രികളിലായി പിറന്നുവീഴുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ 1,20,000-ഓളം നവജാത ശിശുക്കൾക്കാണ് കേരള വിഷൻ ബേബി കിറ്റുകൾ സമ്മാനമായി നൽകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ പൂങ്കുന്നം ഉദയനഗറിൽ സെപ്റ്റിക് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ മാലിന്യം ജനവാസ മേഖലയിലെ തോട്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം. എന്നാൽ തോടിന്റെ വശം ഇടിഞ്ഞതോടെ വാഹനം തോട്ടിലേക്ക് മറിയുകയായിരുന്നു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രദേശവാസികൾ തടഞ്ഞു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, വാർഡ് കൗൺസിലർ ഡോക്ടർ ആതിര എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുതരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹന ഉടമയിൽ നിന്നും ഭീമമായ തുക പിഴ ഈടാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. എന്തായാലും ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ 2 ലക്ഷം രൂപ വരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാനുള്ള ആധികമായി ഇന്നത്തെ പുതിയ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ആ ആക്ട് പ്രകാരം തന്നെ നടപടി സ്വീകരിക്കും. സ്വീകരിക്കുക മാത്രമല്ല മറ്റു ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായി കാണണം. ഇനി ഈ വക പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ കാനകളിലും തട്ടാത്ത വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകും. മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനുള്ള സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടുകയും ഇന്നത്തെ പത്രത്തിനകത്ത് അതിൻ്റെ നമ്പറടക്കം ഞാൻ കൊടുക്കും. അടിയന്തരമായി ആൾക്കാരെ ഇടപെടണം. ഇതുപോലെയുള്ള നീച പ്രവൃത്തികൾ ചെയ്യുന്നവരെ തിരിച്ചറിയണം. അവനെ നടപടി ഉണ്ടാകണം. ഞങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. തകർന്ന തോട് നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളിയവരിൽ നിന്ന് ഈടാക്കും. കുട്ടൻകുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ വാഹനമെന്നാണ് വിവരം. പ്രദേശത്ത് സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് വാർഡ് കൗൺസിലർ ആതിര പറഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. മോഡൽ ഗേൾസ് സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് അപകടഭീതി ഉണർത്തുന്നത്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ തൂണിൽ വിള്ളൽ വീണത് കെട്ടിടത്തിന്റെ സുരക്ഷയ്ക്ക് വീണ്ടും വെല്ലുവിളിയായി. കോർപ്പറേഷൻ, ജില്ലാ കളക്ടർ, ഉന്നത വിദ്യാഭ്യാസ അധികൃതർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികൾക്കും നേരിട്ട് പരാതി നൽകിയിരുന്നു. യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. 60ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണിത്. സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലാണ് പോകുന്നത്. ഇത് അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗീത കോളേജിൽ 60ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മഴ ശക്തമായതോടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഭയപ്പാടോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സംസ്ഥാനത്തെ മറ്റ് സർക്കാർ കോളേജുകളിലെ വിദ്യാർത്ഥികൾ എല്ലാ സൗകര്യത്തോടെയും പഠിക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നല്ലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ലാതെയും വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാതെയുമാണ് പഠിക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലാണ് ഇന്നും. 2012 സർക്കാർ അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയപ്പോൾ മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സംഗീത സ്കൂളിനെ കോളേജാക്കി ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. TCV, തൃശൂർ. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തേവാലി അരവിന്ദാക്ഷന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. 50ഓളം വാഴകളും തെങ്ങുകളും കവുങ്ങുകളും കുത്തിമറിച്ചിട്ടു. ചെറുകിട കാർഷിക വിളകളും ആനക്കൂട്ടം നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് ആദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കൃഷി ഓഫീസറും വനപാലകരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. മഴക്കാല ശുചീകരണം പാളി. കാലവർഷമെത്തുമ്പോൾ വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. ചേർപ്പ് പഞ്ചായത്തിലെ പെരുമ്പുള്ളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള PWD റോഡിലെ ചാലുകൾ വൃത്തിയാക്കാത്തത് മൂലം മഴ പെയ്തതോടെ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി PWD ചാലുകൾ മുൻകാലങ്ങളിൽ വൃത്തിയാക്കാറുണ്ട്. ഈ വർഷത്തെ മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ അധികാരികൾ കാണിച്ചിട്ടില്ല. ഇതാണ് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനുള്ള കാരണമെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ കാണുന്ന പ്രദേശം ചേർപ്പ് പഞ്ചായത്തിലെ PWD റോഡുകളാണുള്ള അവസ്ഥയാണ് കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം 18-19 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും
ശുചീകരണ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞിട്ട് PWD റോഡ് അവർക്ക് ഇപ്പോഴും ഉത്തരവ് കിട്ടാത്തൊരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം കാണുന്നത്. കാരണം ഇത്ര അധികം ചാലുകൾ മോശമായി കിടന്നിട്ടുള്ളൊരു കാലഘട്ടം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സമയാസമയങ്ങളിൽ അവരെ വിളിച്ചുണർത്തി അവരോട് കാര്യങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ടൊരു നല്ല രീതിയിലുള്ള പ്രവർത്തനം PWD ഓഫീസ് അത് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേക ആവശ്യമാണ് ഞങ്ങളോട് പറയുന്നത്. മഴ കനത്താൽ റോഡേത് ചാലേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയും PWD ചാലുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശവാസികൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പ്രദേശവാസിയായ MM സുരേഷ് പറഞ്ഞു. മഴ പെയ്താൽ ഫുള്ളായിട്ട് റോഡ് നിറഞ്ഞ് കംപ്ലീറ്റ് വെള്ളം റോഡിലാണ് പോകുന്നത്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് കുളം പോലെയാണ്. അതുകൂടെയാണ് ധാരാളം വണ്ടികളും കുട്ടികളും സ്കൂൾ തൊട്ടടുത്താണ്. അന്ന് പുതിയ MLA ഫണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഒരു സ്കീമിലാണ് റൈറ്റ് സൈഡിൽ ചാലുണ്ടാക്കി, ലെഫ്റ്റ് സൈഡ് ചാലില്ല. അപ്പോൾ ആ വെള്ളം റോഡ് കൂടെ വരുന്നത്. കാലവർഷം ശക്തി പ്രാപിക്കും മുൻപ് ചാലുകൾ വൃത്തിയാക്കി ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേർപ്പ്. പെരിഞ്ഞനത്ത് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. യമുന ഓഡിറ്റോറിയത്തിനു സമീപം വെള്ളം കെട്ടിനിൽക്കുകയാണ്. തോടുകൾ കവിഞ്ഞൊഴുകിയുള്ള മലിനജലമാണ് ഇവിടെ കെട്ടിനിൽക്കുന്നത്. വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ വീട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നു. പുതിയതായി നിർമ്മിച്ച കാനയുടെ അശാസ്ത്രീയത മൂലമാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പുത്തൂർ വെട്ടുകാടിൽ ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. ഇരട്ടേംപറമ്പിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരാണ് ഇടിഞ്ഞു വീണത്. ഹോട്ടൽ ജീവനക്കാരനാണ് അജിത്ത്. ഡെങ്കിപ്പനി ബാധിച്ച് അജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യയും 3 പെൺമക്കളുമാണ് ഉള്ളത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും വീട് ലഭിച്ചിരുന്നില്ല. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ തോട് ക്ലീനിങ്ങിലും വലിയ കാനകളിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളിലും അഴിമതി നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. വലിയ തോടുകളിലെ മണ്ണും പായലും കുളവാഴയും നീക്കം ചെയ്ത് തോടിൽ കൂടി സുഗമമായി വെള്ളമൊഴുകിപ്പോകുവാൻ വേണ്ടിയാണ് 200ഓളം പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപ കോർപ്പറേഷൻ ചെലവാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും തോടിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് കോർപ്പറേഷൻ ചെലവാക്കിയത്. ഇതനുസരിച്ച് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് കാണേണ്ടതാണ്. എന്നാൽ ഈ മണ്ണ് എവിടെയെന്ന് മേയറും LDF ഭരണസമിതിയും വ്യക്തമാക്കണം. ഇതിൽ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടുകളുമാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ തോട് ക്ലീനിംഗ് പ്രവർത്തികളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് 2 വീടുകൾ തകർന്നു. തോട്ടുപറമ്പിൽ ജാനകിയുടെ ഓഡിറ്റ് വീടിന് മുകളിൽ മരച്ചില്ല വീണും പെരിഞ്ഞനത്ത് സമിതി ബീച്ചിൽ പട്ടാട്ട് വീട്ടിൽ സുരേഷിന്റെ ഓഡിറ്റ് വീടും ഭാഗികമായി തകർന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ ടൗൺഹാളിന്റെ കവാടം പൊളിച്ചു പണിയുന്നതിനെതിരെ പരാതി. ചരിത്ര പ്രസിദ്ധമായ ടൗൺഹാളിന്റെ പ്രധാന കവാടം പുരാവസ്തു നിയമപ്രകാരം നിലനിർത്തണമെന്ന് അവകാശപ്പെട്ടാണ് ഒരു വിഭാഗം പരിസ്ഥിതി പൊതുപ്രവർത്തകർ രംഗത്ത് വന്നത്. 1935 നിലവിൽ വന്ന കിങ് ജോർജ് സിൽവർ ജൂബിലി ഹാളിന്റെ എല്ലാ ഭാഗങ്ങളും പുരാവസ്തു നിയമപ്രകാരം നിലനിർത്തണം എന്നാണ് ആവശ്യം. ഇതിനാൽ നിലവിലെ കവാടം സംരക്ഷിച്ച് നിലനിർത്തി പോകണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകനായ ജയപ്രകാശ് ഒളരിയുടെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പിന് അപേക്ഷ നൽകിയത്. നിലവിൽ കോടികൾ മുടക്കി ഘട്ടം ഘട്ടമായി ടൗൺഹാൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഹാളും കെട്ടിടവും നവീകരിച്ച് തുറന്നു നൽകി. 2ാം ഘട്ടമായാണ് ചുറ്റുമതിലും പ്രവേശന കവാടങ്ങളും ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മതിലിനോട് ചേർന്ന് അപകടകരമായി നിന്ന മരം മുറിച്ചു നീക്കിയിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണം തിരിച്ചുവന്നാൽ ഇന്ത്യയുടെ ഭാവി ഇരുണ്ടതായിരിക്കുമെന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തക കെ അജിത പറഞ്ഞു. KN രാമചന്ദ്രന്റെ ആത്മകഥയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എൻ്റെ 7 പതിറ്റാണ്ടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ അജിത. പ്രതിരോധത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവരെ വിവിധ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന സ്ഥിതിയാണ്.
മതങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യുന്ന വൃത്തികേടുകൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിയുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും അജിത പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കവി PN ഗോപികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. മാസ് ലൈൻ പ്രവർത്തകൻ K ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. PJ ജെയിംസ്, ഡോക്ടർ അജോയ് കുമാർ, അഡ്വക്കേറ്റ് സാബി ജോസഫ്, ഗ്രന്ഥകർത്താവ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വൻ വിദേശ മദ്യവേട്ട. ഇലക്ഷൻ റിസൾട്ട് ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടന്നൂരിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടിയത്. കുണ്ടന്നൂർ മേക്കാട്ടുകുളം കൊച്ചുപോളിന്റെ വീടിന് മുന്നിലുള്ള പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട 1/2 ലിറ്ററിന്റെ 150 ബോട്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടുകയായിരുന്നു. പ്രതി ഓടി രക്ഷപ്പെട്ടു. ASIമാരായ EK ഹുസൈനാർ, KP ശ്രീദേവി, ES സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാരോൺ, NJ ജോബി എന്നിവരും മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേച്ചേരിയിൽ പൂജ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുനല്ലൂർ പട്ടിക്കര സ്വദേശി മമ്മസ്രായില്ലത്ത് വീട്ടിൽ തസ്വീറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ SI ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഐശ്വര്യ പൂജ സ്റ്റോറിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാഷ് കൗണ്ടറിന് താഴെയായി സൂക്ഷിച്ച 60 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 23,000 രൂപയും പോലീസ് കണ്ടെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പൂജ സ്റ്റോറിൽ നിന്ന് മുൻപും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നതായി പോലീസ് പറഞ്ഞു. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം. ഗുരുവായൂരപ്പ ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാക്കാനാണ് തെക്കേനടയിൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 15 വർഷത്തിലധികമായി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയായിരുന്നു. മാറി മാറി വരുന്ന ഭരണസമിതികൾ നിർമ്മാണം പുനരാരംഭിക്കാൻ പല പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും എങ്ങുമെത്തിയില്ല. ഒടുവിൽ ഡോക്ടർ VK വിജയൻ ചെയർമാനായുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അനക്സ് മന്ദിരവളപ്പിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 കിടക്കകളോടുകൂടിയ 52 മുറികൾ, 20 പേരെ ഉൾക്കൊള്ളുന്ന ഡോർമിറ്ററി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളാണ് പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിലുള്ളത്. 5.53 കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചിലവ്. കോഴിക്കോട് ആസ്ഥാനമായ മൂപ്പൻസ് ആസ്ടെക് കമ്പനിക്കാണ് നിർമ്മാണ കരാർ. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാകും നിർമ്മാണം. TCV ഗുരുവായൂർ. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കേക്കാട് വയലത്തൂർ ഞമനങ്ങാട് മനയിൽ വീട്ടിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവായി. 2013 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക K ചന്ദ്രൻ, അഡ്വക്കേറ്റ് KN അശ്വതി തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. കടവല്ലൂർ പടിഞ്ഞാട്ടുമുറി സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയെ ആണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, കൊലപാതകം, കൊലപാതക ശ്രമം, അക്രമം എന്നിങ്ങനെ ഉൾപ്പെടെ 7ഓളം കേസുകളിൽ പ്രതിയാണ് അക്ഷയ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ കാപ്പ നിയമപ്രകാരം 6 മാസം പ്രതിയെ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, റിജിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുടുംബശ്രീയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കര സെന്ററിൽ യോഗം സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 8-9 വാർഡുകളിൽ നിന്നായി എടുക്കാത്ത ലോണിന്റെ പേരിൽ സെൻട്രൽ ബാങ്കിന്റെ കൊടകര ശാഖയിൽ നിന്ന് ജപ്തി നടപടിയുണ്ടായ സാഹചര്യത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കുടുംബശ്രീയുടെ മറവിൽ 48 വനിതകളിൽ നിന്നായി പറപ്പൂക്കര പഞ്ചായത്ത് CDS അംഗം ജീതു രതീഷ് തണ്ടാശ്ശേരി 48 ലക്ഷം രൂപ വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തതായാണ് പരാതി.
കൊടകര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് CPM പറപ്പൂക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ മൂലമാണെന്നും ഇതിന് കൂട്ടുനിന്ന പറപ്പൂക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകന്റെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സമാനമായ രീതിയിലുള്ള 14 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മുറ്റത്തെ മുല്ല എന്ന കുടുംബശ്രീ പദ്ധതി പ്രകാരം പറപ്പൂക്കര പഞ്ചായത്തിലെ വാർഡിലും നടന്നിട്ടുണ്ട്. തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച CPM ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് വൈലൂർ അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, രജത് നാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, KV സുഭാഷ്, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 3 വർഷത്തോളമായി വൈദ്യുതി സൗകര്യമില്ലാതെ പ്രയാസമനുഭവിച്ചിരുന്ന നിർധന കുടുംബത്തിന് വീട് വൈദ്യുതീകരിച്ച് നൽകി പഴഞ്ഞി MD കോളേജ് NSS വിദ്യാർത്ഥികൾ. കുന്നംകുളം അഞ്ഞൂർ പാലത്ത് താമസിക്കുന്ന രാജേഷിന്റെ വീടാണ് പഴഞ്ഞി MD കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത്. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വൈദ്യുതീകരിക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഗൃഹനാഥൻ രാജേഷിന് ഇപ്പോൾ ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ്. +2 പാസ്സായ മകൾ ആതിരയ്ക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം പഠിക്കാനും കഴിഞ്ഞില്ല. സഹോദരൻ അക്ഷയ് കുന്നംകുളത്ത് പക്ഷികളെ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിന് കൈത്താങ്ങാവുകയായിരുന്നു MD കോളേജിലെ NSS യൂണിറ്റുകൾ. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈദ്യുതീകരിച്ച വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, വാർഡ് കൗൺസിലർ രജി ബിജു, കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സ്വാശ്രയ വിഭാഗ മേധാവി ഡോക്ടർ G. രാജീവ്, യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി ബ്രഹ്മദത്തൻ, യൂണിയൻ പ്രതിനിധി വിനയ്, NSS വിദ്യാർത്ഥി ലീഡർ അബിയ എന്നിവർ സംസാരിച്ചു. നഗരസഭ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി പ്രകാരം നഗരസഭ അവർക്ക് ഒരു വീട് അനുവദിച്ചത്. പണി പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ അവർക്ക് വൈദ്യുതി എത്തിച്ച MD കോളേജിന്റെ NSS വോളണ്ടിയർമാരോടും അതിന്റെ ഭാരവാഹികളോടും പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ മാനേജർ അച്ഛനോടും എല്ലാം കുന്നംകുളം നഗരസഭയുടെ നന്ദി അറിയിക്കുകയാണ്. TCV കുന്നംകുളം. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 48 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF ചെയർമാൻ സോമൻ മുത്രത്തിക്കര, പഞ്ചായത്ത് അംഗങ്ങളായ NM പുഷ്പാകരൻ, KK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി ചോറ്റുപാറ സ്വദേശി. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ തിരൂർ ചോറ്റുപാറ സ്വദേശി വേളാശ്ശേരി വീട്ടിൽ നിതിൻ ബാബുവാണ് നാടിന്റെ അഭിമാനമായി മാറിയത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറായ നിതിൻ മഹാരാഷ്ട്രയിലെ ഷീർധിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ജോലിയോടൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൌട്ടിനാണ് പ്രാധാന്യം. നാട്ടിൽ വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തന്റെ കരുത്തെന്ന് നിതിൻ ബാബു പറയുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി നമ്മുടെ നാസിക്കിൽ വെച്ച് ചേർന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. വളരെ നിസ്സാര സമയമുള്ളൂ, 3-3.5 മാസമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ള് പ്രിപ്പറേഷൻ കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. TCV വടക്കാഞ്ചേരി. റോഡ് വികസനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുൻപ് സ്ഥാപിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപം പൊളിച്ചുമാറ്റി. JCB ഉപയോഗിച്ചാണ് സ്തൂപം പൊളിച്ചുമാറ്റിയത്. ചെറുതുരുത്തി CI
ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കോടതി വിധിയെ തുടർന്ന് സ്തൂപം പൊളിച്ചുമാറ്റിയത്. ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ നേതൃത്വം നൽകി. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും പല സ്ഥലങ്ങളിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പാർട്ടിക്കാരുടെ സ്തൂപങ്ങൾ ഉണ്ടെന്നും ഇത് മാറ്റാൻ വേണ്ട നടപടിയെടുക്കണമെന്നും വള്ളത്തോർ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ ആവശ്യപ്പെട്ടു. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളിയുടെ ചിത്രശില്പ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീളുന്ന പ്രദർശനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വളൂർ അധ്യക്ഷനായി. മുതിർന്ന കലാകാരൻ ദാമോദരൻ നമ്പിടി, സോമൻ അധീന, ചോല ഡയറക്ടർ ജോമോ നാലുക്ക എന്നിവരെ മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് ആദരിച്ചു. ശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്ത 30 കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ VJ ജോണി, സുരേഷ് മുട്ടത്തി, ചിത്രകാരനും ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ KS ഹരിദാസ്, കവി സതീഷ് മാമ്പ്ര, ചിത്രകാരൻ സോമൻ അധീന, ജോമോ നാലൂക്ക, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു. അക്ലിക് കളർ ഉപയോഗിച്ച് വരച്ച 26 പെയിന്റിങ്ങുകളും അദ്വൈതം എന്ന പേരിൽ 6 ലോഹശില്പങ്ങളും കാനന കാഴ്ചകൾ സബർമതി എന്ന സീരീസിലുള്ള 20 ഫോട്ടോഗ്രാഫുകളുമാണ് പ്രദർശനത്തിലുള്ളത്. മികച്ച പ്രഭാഷകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമാണ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി. ലളിതകല അക്കാദമി അവാർഡും PJ ആന്റണിയുടെ പേരിലുള്ള മികച്ച ടെലിഫിലിമിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചിത്രശില്പങ്ങളിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഇതര സംസ്ഥാനങ്ങളിലടക്കം ദീർഘദൂര യാത്രകൾ നടത്തുന്നതും ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളിയുടെ പ്രത്യേകതയാണ്. ചിത്രങ്ങൾ പകർത്തുന്നതിന് പശ്ചിമഘട്ട മലനിരകളിലെ സഞ്ചാരം സാഹസികവുമായിരുന്നു. ഇലകൾ നഷ്ടപ്പെടുന്ന മരങ്ങളെ ആസ്പദമാക്കിയ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളും ജീവൻ തുടിക്കുന്നതാണ്. കലാപ്രദർശനം ജൂൺ 3 സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള പ്രദർശനം സൗജന്യമാണ്. മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടി യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാലത്തിൽ നിന്നും ചാടിയ യുവതിയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയായിരുന്നു. സംഭവമറിഞ്ഞെത്തിയ അന്തിക്കാട് പോലീസ് യുവതിയെ പിന്നീട് രക്ഷിതാക്കളോടൊപ്പം വിട്ടയച്ചു. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഒരാളെ കൂടി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം ആല സ്വദേശി നെല്ലിപ്പറമ്പത്ത് ബൈജുവാണ് പിടിയിലായത്. എടത്തുരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദ്, പെരിഞ്ഞനം ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സെയ്ഫുദ്ദീൻ, എടത്തുരുത്തി എലുവത്തിങ്കൽ ദേവസി എന്നിവരുടെ വീടുകളിലാണ് 3 മാസം മുൻപ് മോഷണം നടന്നത്. കേസിൽ 2 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുലാക്കോട് സ്വദേശി ഏഴരക്കുന്നത്ത് രാജേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R. മിനി ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് കോടതിയിൽ ഹാജരായി. പിഴത്തുക ഇരയ്ക്ക് നൽകുവാനും ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ശുപാർശയും വിധിയിൽ ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം കോടതിയിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നീട് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. അജ്ഞാത വാഹനമിടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തെരുവ് നായ്ക്കുട്ടിക്ക് രക്ഷകനായി കുന്നംകുളം ആനായ്ക്കൽ സ്വദേശി ഭവീഷ്. 3 ദിവസം മുൻപാണ് 3 മാസം പ്രായമായ നായ്ക്കുട്ടിയെ ട്രഷറിക്ക് സമീപത്തെ മത്സ്യ മാർക്കറ്റ് റോഡിൽ അജ്ഞാത വാഹനമിടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ നായ്ക്കുട്ടിയെ കുന്നംകുളം ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സർജറി ഉൾപ്പെടെയുള്ളവ ചെയ്യണമെന്നായിരുന്നു ഡോക്ടർമാർ നൽകിയ നിർദ്ദേശം. തുടർന്ന് സ്ഥലത്തെത്തിയ ആനായ്ക്കൽ സ്വദേശിയായ ഭവീഷ് നായ്ക്കുട്ടിയെ തൃശൂരിലെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. MG യൂണിവേഴ്സിറ്റി B.Ed ബയോളജി സയൻസ് പരീക്ഷയിൽ നോർത്ത് ചാലക്കുടിയിലെ അലീന ദേവസിക്ക് 1ാം റാങ്ക്. മാളിയേക്കൽ ചേറ്റയ്ക്ക ദേവസി മിനി ദമ്പതികളുടെ മകളാണ്. യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠനം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച. ഫലപ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമം കേസിലെ പ്രതിയായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് ഒളിവിൽ.
പേരാമംഗലത്ത് KSRTC ബസ്സിൽ പിറന്നു വീണ കുഞ്ഞിന് കേരള വിഷന്റെ സ്നേഹ സമ്മാനം. കേരള വിഷൻ നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിലെത്തി സമ്മാനിച്ചു. തൃശൂർ പൂങ്കുന്നം ഉദയനഗറിൽ സെപ്റ്റിക് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയുടെ തൂണിൽ വിള്ളൽ വീണു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. മഴക്കാല ശുചീകരണം പാളി. വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. കയ്പമംഗലത്തും പുത്തൂർ വെട്ടുകാടും മഴയിൽ വീടുകൾ തകർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.